വിദ്യാർത്ഥി സംഘർഷത്തെ തുടർന്ന് മാറ്റിവെച്ച കാലിക്കറ്റ് സർവകലാശാല ഡി-സോൺ കലോത്സവം പുനരാരംഭിച്ചു. കലോത്സവം നടക്കുന്നത് ഇന്നും നാളെയുമായി മാള ഹോളി ഗ്രേസിൽ. ചാലക്കുടി പോട്ട ഫെഡറൽ ബാങ്ക് കൊള്ളയിൽ ഇരുട്ടിൽ തപ്പി പോലീസ്. മോഷണം നടന്ന 3-ാം ദിവസമായിട്ടും പ്രതിയെ തിരിച്ചറിയാൻ പോലീസിന് കഴിഞ്ഞില്ല. ആലുവയിൽ നിന്ന് 1 മാസം പ്രായമായ കുട്ടിയെ തട്ടിക്കൊണ്ടുപോയ സംഭവത്തിൽ 2 ഇതര സംസ്ഥാനക്കാർ പിടിയിൽ. അസം സ്വദേശികളായ റിങ്കി, സുഹൃത്ത് റാഷിദുൽ ഹഖ് എന്നിവരാണ് പിടിയിലായത്. നമസ്കാരം, ന്യൂസ് റൗണ്ടപ്പിലേക്ക് സ്വാഗതം. വിശദമായ വാർത്തകൾ നോക്കാം. വിദ്യാർത്ഥി സംഘർഷത്തെ തുടർന്ന് മാറ്റിവെച്ച കാലിക്കറ്റ് സർവകലാശാല ഡി-സോൺ കലോത്സവം ഇന്നും നാളെയുമായി മാള ഹോളി ഗ്രേസിൽ നടക്കുകയാണ്. സംഘാടനത്തിന് നിയന്ത്രണം പോലീസ് ഏറ്റെടുത്തിട്ടുണ്ട്. രാവിലെ 9 മുതൽ 5 വരെ മത്സരങ്ങൾ നടത്താനാണ് കോടതി നിർദ്ദേശിച്ചിട്ടുള്ളത്. ജനുവരി 28-ന് KSU SFI സംഘർഷത്തെ തുടർന്നാണ് കലോത്സവം നിർത്തിവെച്ചത്. തുടർന്ന് ഹൈക്കോടതി ഉത്തരവിനെ തുടർന്ന് കർശന നിയന്ത്രണത്തിലാണ് മത്സരങ്ങൾ നടക്കുന്നത്. സംഘാടനത്തിന് നിയന്ത്രണം പോലീസ് ഏറ്റെടുത്തിട്ടുണ്ട്. ഇനി 18 ഇനങ്ങളിലെ മത്സരങ്ങളാണ് പൂർത്തിയാക്കാനുള്ളത്. മത്സരങ്ങൾ ഈ മാസം 6-ന് നടത്താൻ സർവകലാശാലയും സംഘാടകരും തീരുമാനിച്ചെങ്കിലും കോടതി നിർദ്ദേശം ലഭിക്കാത്തതിനാൽ പോലീസ് ഇടപെട്ട് തടഞ്ഞു. ഞായർ, തിങ്കൾ ദിവസങ്ങളിൽ 5 വേദികളിൽ രാവിലെ 9 മുതൽ 5 വരെ മത്സരങ്ങൾ നടത്താനാണ് കോടതി നിർദ്ദേശിച്ചിട്ടുള്ളത്. പകൽ മാത്രം നടത്താൻ നിർദ്ദേശിച്ചതിനാലാണ് 2 ദിവസത്തേക്ക് മത്സരം നീണ്ടുപോയത്. മത്സരാർത്ഥികളെയും കൂടെ വരുന്നവരെയും പോലീസ് നിരീക്ഷിച്ച് നിയന്ത്രണം ഏർപ്പെടുത്തും. കലാലയത്തിന്റെ എല്ലാ ഭാഗത്തും നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിച്ചിട്ടുണ്ട്. പ്രവേശിക്കുന്നതും പുറത്തേക്ക് കടക്കുന്നതും പോലീസ് നിശ്ചയിക്കുന്ന വഴിയിലൂടെ മാത്രമായിരിക്കും. ജില്ലാ റൂറൽ പോലീസ് മേധാവി B. കൃഷ്ണകുമാറിന്റെ നേതൃത്വത്തിൽ നടന്ന യോഗത്തിലെ തീരുമാനം കോടതി അംഗീകരിച്ചതോടെയാണ് കലോത്സവത്തിന്റെ നിയന്ത്രണം പോലീസിലേക്ക് മാറ്റിയത്. അതിനിടെ സംഘർഷത്തിലുൾപ്പെട്ട് പ്രതിപട്ടികയിലുണ്ടായിരുന്ന 6-ാം പ്രതി SFI പ്രവർത്തകൻ അഷ്റഫ് കലോത്സവ വേദിയിലെത്തിയത് പോലീസിന്റെ ശ്രദ്ധയിൽപ്പെട്ടു. ഇയാളെ പോലീസ് പിടികൂടാനെത്തിയപ്പോൾ മതിൽ ചാടി പ്രതി രക്ഷപ്പെടുകയാണ് ഉണ്ടായത്. ഇതുമായി സംഘർഷത്തിൽ ഡി-സോണിന്റെ മുൻ സംഘർഷവുമായി ബന്ധപ്പെട്ട യാതൊരു തരത്തിലുള്ള പ്രതികളും, അതിപ്പോൾ SFIയുടെ ആണെങ്കിലും KSUവിൻ്റെ ആണെങ്കിലും ഈ പരിപാടിയെ അലങ്കോലമാക്കുന്ന രീതിയിലേക്ക് ആ പ്രതികൾ ഈ ക്യാമ്പസിനകത്തോ അല്ലെങ്കിൽ കലോത്സവത്തിൻ്റെ ഭാഗമായിട്ടോ വരാൻ പാടില്ല എന്നുള്ള ശക്തമായ നിർദ്ദേശം പോലീസിൻ്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടും നമ്മളത് KSUവിൻ്റെ ഭാഗത്ത് അനുസരിക്കാൻ തയ്യാറായെങ്കിലും ഇന്ന് 308 പ്രകാരം കേസെടുത്ത SFI നേതാവ് അഷ്റഫ് എന്ന് പറയുന്ന വ്യക്തി ഇന്ന് ഈ ക്യാമ്പസിനകത്ത് സധൈര്യം കാലുകുത്തുകയും പോലീസിൻ്റെ ഒത്താശയോടുകൂടെ ഈ ക്യാമ്പസിൽ സുഖമായി വിലസുകയും ചെയ്യുന്ന അവസ്ഥയാണ് ഉണ്ടായിട്ടുള്ളത്. ഞങ്ങളത് കാണുകയും പോലീസിൻ്റെ അടുത്ത്, സ്പെഷ്യൽ ബ്രാഞ്ചിൻ്റെ അടുത്തും നിരന്തരമായി സൂചിപ്പിക്കുകയും ചെയ്തപ്പോൾ പോലീസിൻ്റെ പണി നിങ്ങൾ ചെയ്യേണ്ട, ഞങ്ങൾ ചെയ്തോളാം എന്ന് പറഞ്ഞ് ഈ ക്യാമ്പസിൽ നിന്ന് ചെരുപ്പൂരി, അവൻ്റെ വസ്ത്രം ഊരി പറമ്പ് വഴി ഓടാനുള്ള എല്ലാ ഒത്താശ ചെയ്തിരിക്കുകയാണ് കേരള പോലീസ്. ഇതിൽ ശക്തമായ പ്രതിഷേധം KSUവിൻ്റെ ഭാഗത്തുനിന്ന് രേഖപ്പെടുത്തുകയാണ്. മീഡിയ ടൈം മാള. ആലുവയിൽ നിന്ന് 1 മാസം പ്രായമായ കുട്ടിയെ തട്ടിക്കൊണ്ടുപോയ സംഭവത്തിൽ 2 ഇതര സംസ്ഥാനക്കാർ പിടിയിൽ. അസം സ്വദേശികളായ റിങ്കി, സുഹൃത്ത് റാഷിദുൽ ഹഖ് എന്നിവരാണ് പിടിയിലായത്. കുട്ടിയുമായി ആസാമിലേക്ക് കടക്കാനായിരുന്നു പ്രതികളുടെ ശ്രമമെന്ന് പോലീസ് അറിയിച്ചു. വെള്ളിയാഴ്ചയാണ് ബീഹാർ സ്വദേശിനിയുടെ 1 മാസം പ്രായമായ കുട്ടിയെ അസം സ്വദേശികളായ റിങ്കി, സുഹൃത്ത് റാഷിദുൽ ഹഖ് എന്നിവർ ചേർന്ന് തട്ടിക്കൊണ്ടുപോയത്. കുട്ടിയെ മോചിപ്പിക്കാൻ 70,000 രൂപയും ആവശ്യപ്പെട്ടു. തുടർന്ന് 8 മണിയോടെ പോലീസിൽ പരാതി നൽകുകയായിരുന്നു. CCTV ദൃശ്യങ്ങളും റെയിൽവേ സ്റ്റേഷൻ, ബസ് സ്റ്റാൻഡ്, എയർപോർട്ട് പരിസരം തുടങ്ങിയ സ്ഥലങ്ങൾ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിൽ രാത്രി 10 മണിയോടെ പ്രതികളെ പിടികൂടുകയായിരുന്നു. കുട്ടിയുമായി അസാമിലേക്ക് കടക്കാനായിരുന്നു പ്രതികളുടെ ശ്രമമെന്ന് പോലീസ് അറിയിച്ചു. മീഡിയ ടൈം ആലുവ. ചാലക്കുടി ദേശീയപാത നാടുകുന്നിൽ നിയന്ത്രണം വിട്ട ബൈക്ക് ഡിവൈഡറിൽ ഇടിഞ്ഞു മറിഞ്ഞ് സഹോദരങ്ങൾ മരിച്ചു. പെരുമ്പാവൂർ പട്ടിമറ്റം സ്വദേശി ഓലിക്കൽ സുരേഷിന്റെ മക്കളായ സുരാജ്, സിജേഷ് എന്നിവരാണ് മരിച്ചത്. ആശുപത്രിയിലെത്തും മുൻപേ ഇരുവരും മരിച്ചു. ഞായർ പുലർച്ചെയോടെയായിരുന്നു സംഭവം. ഞായറാഴ്ച മുരിങ്ങൂർ ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൽ നടത്താനിരുന്ന കുടുംബസംഗമത്തിൽ പങ്കെടുക്കാനെത്തിയതായിരുന്നു സുരേഷും കുടുംബവും. ഇവർ ശനിയാഴ്ച മുരിങ്ങൂരിലെത്തി. ഞായർ പുലർച്ചെ 4-ഓടെ മരിച്ച സുരാജും സിജേഷും
ബൈക്കിൽ തൃശൂർ ഭാഗത്തേക്ക് പോകുന്നതിനിടെയായിരുന്നു അപകടം. നിയന്ത്രണം വിട്ട ബൈക്ക് റോഡരികിലെ മയിൽക്കുറ്റി ഇടിച്ചു തെറിപ്പിച്ച് ഡിവൈഡറിൽ മറിയുകയായിരുന്നു. നാട്ടുകാരാണ് ഇരുവരെയും ആംബുലൻസിൽ കയറ്റി ആശുപത്രിയിൽ എത്തിച്ചത്. ആശുപത്രിയിൽ എത്തും മുൻപേ ഇരുവരും മരിച്ചു. മൃതദേഹങ്ങൾ ചാലക്കുടി സെന്റ് ജെയിംസ് ആശുപത്രി മോർച്ചറിയിൽ. മീഡിയ ടൈം ചാലക്കുടി. ചാലക്കുടി പോട്ട ഫെഡറൽ ബാങ്ക് കൊള്ളയിൽ ഇരുട്ടിൽ തപ്പി പോലീസ്. മോഷണം നടന്ന 3-ാം ദിവസമായിട്ടും പ്രതിയെ തിരിച്ചറിയാൻ പോലീസിന് കഴിഞ്ഞിട്ടില്ല. മോഷ്ടാവ് സഞ്ചരിച്ചത് TVS എൻഡോർക്ക് സ്കൂട്ടറിലാണെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. എന്നാൽ എൻഡോർക്ക് സ്കൂട്ടർ തൃശൂർ ജില്ലയിൽ മാത്രം 10,000-ലേറെയാണ്. അതുകൊണ്ട് പ്രതിയെ കണ്ടുപിടിക്കുക എന്നത് വലിയ കടമ്പയാണ്. ജില്ലയിൽ എൻഡോർക്ക് സ്കൂട്ടർ ഉള്ളവരുടെ പേര് വിവരങ്ങൾ ശേഖരിച്ച് പോലീസ് പട്ടിക തയ്യാറാക്കിയിട്ടുണ്ട്. പട്ടാപ്പകൽ ബാങ്കിലെത്തി വെറുമൊരു കത്തി കാണിച്ച് 3 മിനിറ്റ് കൊണ്ട് കവർച്ച നടത്തിയ സംഭവത്തിൽ ദുരൂഹതകൾ ഏറെയാണ്. 47 ലക്ഷത്തിൽ നിന്ന് 15 ലക്ഷം മാത്രം എടുത്തത് എന്തുകൊണ്ട് എന്ന ചോദ്യവും ബാക്കിയാവുന്നു. മുൻ പരിചയമില്ലാത്ത ആൾക്ക് 3 മിനിറ്റ് കൊണ്ട് മോഷണം നടത്തി പുറത്തിറങ്ങാനാകുമോ എന്ന സംശയവുമുണ്ട്. മോഷണത്തിന് ശേഷം പ്രതി എങ്ങോട്ട് പോയി എന്നതിന് ഇതുവരെ ഉത്തരം ലഭിച്ചിട്ടില്ല. ബാങ്കിൽ നിന്നിറങ്ങിയ മോഷ്ടാവ് ചാലക്കുടി ടൗൺ ഭാഗത്തേക്കാണ് പോയത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ അങ്കമാലി, പെരുമ്പാവൂർ എന്നിവിടങ്ങളിൽ പോലീസ് പരിശോധന ഊർജിതപ്പെടുത്തിയിരുന്നു. എന്നാൽ അവിടങ്ങളിലേക്ക് പ്രതി എത്തിയിട്ടില്ലെന്ന് രാത്രി വൈകിയാണ് പോലീസ് തിരിച്ചറിഞ്ഞത്. മോഷണം നടന്ന ബാങ്കിന് 2 കിലോമീറ്റർ അകലെയുള്ള സുന്ദരകവലയിൽ വെച്ചാണ് മോഷ്ടാവ് അപ്രത്യക്ഷനായത്. അവിടെ നിന്ന് ചെറു റോഡുകൾ വഴി കൊടുങ്ങല്ലൂരിലേക്ക് കടക്കാവുന്നതാണ്. പ്രതി തൃശ്ശൂരിലേക്ക് എത്തിയതായും സംശയിക്കുന്നുണ്ട്. മീഡിയ ടൈം ചാലക്കുടി. അതിരപ്പിള്ളിയിൽ കുങ്കിയാനകളെ എത്തിച്ചു. മസ്തകത്തിൽ മുറിവേറ്റ ആനയെ പിടികൂടി ചികിത്സാ കേന്ദ്രത്തിലെത്തിക്കുന്ന ദൗത്യത്തിനുള്ള കുങ്കിയാന സംഘത്തിലെ ആദ്യത്തെ കുങ്കിയാനയും കോടനാട് ആനക്കൂട് ബലപ്പെടുത്താനായുള്ള യൂക്കാലി മരങ്ങളുമാണ് എത്തിച്ചത്. മസ്തകത്തിൽ പരിക്കേറ്റ ആനയ്ക്ക് മയക്കുവെടി നൽകി വരുതിയിലാക്കി കോടനാട് ആനക്കൂട്ടിലെത്തിച്ച് പരിചരണം നൽകാനാണ് ഉദ്ദേശിക്കുന്നത്. ആനയ്ക്ക് മയക്കുവെടി നൽകി വനത്തിൽ നിന്നും കുങ്കിയാനകളുടെ സഹായത്തോടെ കോടനാടുള്ള ആനക്കൂട്ടിലെത്തിക്കും. തുടർന്ന് മുറിവുണങ്ങുന്നതുവരെ ചികിത്സ നൽകും. ജനുവരി 24-ന് ആനയ്ക്ക് മയക്കുവെടി വെച്ച് ചികിത്സ നൽകിയിരുന്നു. എന്നാൽ മുറിവുണങ്ങാതെ വന്നതോടെയാണ് വീണ്ടും ചികിത്സ നൽകാൻ ഒരുങ്ങുന്നത്. 2ാം തവണ മയക്കുവെടി നൽകുന്നത് വെല്ലുവിളിയാണെന്നാണ് ഡോക്ടർമാരുടെ വിലയിരുത്തൽ. മുറിവുണങ്ങാത്തതും ചികിത്സ നൽകാൻ മറ്റു മാർഗങ്ങളില്ലാത്തതിനാലുമാണ് വീണ്ടും മയക്കുവെടി നൽകാൻ ഒരുങ്ങുന്നത്. ആന ഭക്ഷണവും വെള്ളവും എടുക്കുന്നുണ്ട്. എന്നാൽ ആന ക്ഷീണിതനുമാണ്. ഈ സാഹചര്യത്തിലാണ് ആനയെ പിടികൂടി തുടർ ചികിത്സ നൽകാമെന്ന തീരുമാനത്തിലെത്തിയത്. ചികിത്സയുടെ ചുമതല വഹിക്കുന്ന ഡോക്ടർ അരുൺ സക്കറിയ, വാഴച്ചാൽ DFO R ലക്ഷ്മി എന്നിവരടങ്ങിയ സംഘം കോടനാടെത്തി ആനക്കൂട് പരിശോധന നടത്തി. കൂടിന് ബലക്കുറവുള്ളതായി പരിശോധനയിൽ ബോധ്യപ്പെട്ടു. ആനക്കൂടിന്റെ തകരാർ പരിഹരിക്കുന്ന പ്രവൃത്തികളും ആരംഭിച്ചിട്ടുണ്ട്. ഇതിന്റെ ഭാഗമായി ദേവികുളം റേഞ്ചിൽ നിന്നും യൂക്കാലി മരങ്ങൾ മാർക്ക് ചെയ്ത് വെട്ടിത്തുടങ്ങി. മുറിച്ച മരങ്ങൾ ഞായറാഴ്ച അതിരപ്പിള്ളിയിലെത്തിക്കും. നിലവിൽ മസ്തകത്തിൽ മുറിവേറ്റ ആന ഏഴാറ്റുമുഖം വനമേഖലയിലാണുള്ളത്. കൊമ്പന്മാർ തമ്മിൽ കൊമ്പ് കോർത്തപ്പോഴാണ് മസ്തകത്തിൽ മുറിവേറ്റതെന്ന് നേരത്തെ കണ്ടെത്തിയിരുന്നു. മീഡിയ ടൈം ചാലക്കുടി. വാർത്തകൾ ഒറ്റനോട്ടത്തിൽ. ദക്ഷിണ കർണാടകയിലെ ബൊളന്തൂരിൽ BD വ്യവസായിയുടെ വീട്ടിൽ എൻഡോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉദ്യോഗസ്ഥരെന്ന വ്യാജേന എത്തി 30 ലക്ഷത്തിലധികം രൂപ കൊള്ളയടിച്ച കേസിൽ കൊടുങ്ങല്ലൂരിലെ പോലീസ് ഉദ്യോഗസ്ഥരുൾപ്പെടെ 6 പേർ പിടിയിൽ. കൊടുങ്ങല്ലൂർ സ്റ്റേഷനിലെ ഗ്രേഡ് ASI ഷഫീർ ബാബുവിനെയാണ് കർണാടക പോലീസ് ഇരിങ്ങാലക്കുടയിൽ നിന്നും അറസ്റ്റ് ചെയ്തത്. മറ്റു പ്രതികൾ കാസർഗോഡ് സ്വദേശികളാണെന്നാണ് സൂചന. സിംഗാരി BD ഉടമ സുലൈമാൻ ഹാജിയുടെ വീട്ടിലാണ് വെള്ളിയാഴ്ച 6 അംഗ സംഘം വ്യാജ ED റെയ്ഡ് നടത്തിയത്. നികുതി വെട്ടിച്ചതിന് സുലൈമാൻ ഹാജിക്കെതിരെ വാറണ്ട് ഉണ്ടെന്ന് പറഞ്ഞായിരുന്നു വ്യാജ റെയ്ഡ്. പ്രതികൾ മടങ്ങിയ ശേഷം റെയ്ഡിന് വന്നത് വ്യാജന്മാരാണെന്ന് തിരിച്ചറിഞ്ഞതോടെ ഇയാൾ കർണാടക പോലീസിൽ പരാതി നൽകി. തുടർന്ന് നടന്ന അന്വേഷണത്തിലാണ് കർണാടക പോലീസ് ഷഫീർ ഉൾപ്പെടെയുള്ളവരെ പിടികൂടിയത്. എഞ്ചിൻ നിലച്ച് കടലിൽ ഒഴുകി നടന്ന ബോട്ടിനെയും 11 മത്സ്യത്തൊഴിലാളികളെ രക്ഷപ്പെടുത്തി ഫിഷറീസ് മറൈൻ എൻഫോഴ്സ്മെന്റ് റെസ്ക്യൂ സംഘം. മുനക്കക്കടവ് ഫിഷ് ലാൻഡിംഗ് സെന്ററിൽ നിന്നും വെള്ളിയാഴ്ച പുലർച്ചെ മത്സ്യബന്ധനത്തിന് പോയ ഉമൽക്കൂറ 12 എന്ന ബോട്ടിന്റെ എഞ്ചിൻ പ്രവർത്തനം നിലച്ച് കടലിൽ കുടുങ്ങിയ 11 മത്സ്യത്തൊഴിലാളികളെയാണ്
ഫിഷറീസ് വകുപ്പിന്റെ ബോട്ട് രക്ഷാപ്രവർത്തനം നടത്തി കരയിലെത്തിച്ചത്. ഫിഷറീസ് അസിസ്റ്റന്റ് ഡയറക്ടർ ഡോക്ടർ സീമ സിയുടെ നിർദ്ദേശാനുസരണം മറൈൻ എൻഫോഴ്സ്മെന്റ് ആൻഡ് വിജിലൻസ് വിംഗ് ഓഫീസർമാരായ പ്രശാന്ത് കുമാർ വി.എൻ, ഷൈബു വി.എം, ഷിനിൽകുമാർ ഇ.ആർ, റെസ്ക്യൂ ഗാർഡുമാരായ ഹുസൈൻ വടക്കനോളി, വിജീഷ് ഏമാട്ട്, ബോട്ട് സ്ട്രാങ്ക് റോക്കി കുഞ്ഞിത്തൈ എന്നിവരും രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകി. മത്സ്യബന്ധനയാനങ്ങൾ വാർഷിക അറ്റകുറ്റപ്പണികൾ കൃത്യമായി നടത്താത്തതും കാലപ്പഴക്കം ചെന്ന മത്സ്യബന്ധനയാനങ്ങൾ ഉപയോഗിച്ച് മത്സ്യബന്ധനത്തിന് പോകുന്നതുകൊണ്ടും കടലിൽ അപകടങ്ങൾ തുടർക്കഥയാവുകയാണ്. സ്റ്റുഡന്റ് പോലീസ് കേഡറ്റ് ജില്ലാതല സഹവാസ ക്യാമ്പ് ഒരുക്കം 2025 ആരംഭിച്ചു. അന്നമനട പാലശ്ശേരി SNDPHSSൽ നടക്കുന്ന ക്യാമ്പിന്റെ ഉദ്ഘാടനം തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി B. കൃഷ്ണകുമാർ നിർവഹിച്ചു. തൃശൂർ റൂറൽ അഡീഷണൽ പോലീസ് സൂപ്രണ്ടും പദ്ധതിയുടെ നോഡൽ ഓഫീസറുമായ ഉല്ലാസ് V.A. അധ്യക്ഷത വഹിച്ചു. ഫെബ്രുവരി 18 വരെയാണ് ക്യാമ്പ് നടക്കുന്നത്. ചടങ്ങിൽ ജനപ്രതിനിധികൾ, പോലീസ് ഉദ്യോഗസ്ഥർ എന്നിവർ സംബന്ധിച്ചു. കൊടകര പ്രസ് ക്ലബിന്റെ നേതൃത്വത്തിൽ കൊടകര പുത്തൂക്കാവ് താലപ്പൊലിയോടനുബന്ധിച്ചും കൊടകര സെന്റ് ജോസഫ് ദേവാലയത്തിലെ തിരുനാളോടനുബന്ധിച്ചും നടത്തിയ ഫോട്ടോഗ്രാഫി മത്സരത്തിലെ വിജയികൾക്ക് ക്യാഷ് അവാർഡ് വിതരണവും നടത്തി. കൊടകര ഗവൺമെന്റ് LP സ്കൂളിൽ നടത്തിയ പരിപാടി ചാലക്കുടി MLA സനീഷ് കുമാർ ജോസഫ് ഉദ്ഘാടനം ചെയ്തു. വിജയികൾക്കുള്ള ക്യാഷ് അവാർഡ് വിതരണവും അംഗങ്ങൾക്കുള്ള ID കാർഡ് വിതരണവും പുതുക്കാട് MLA KK രാമചന്ദ്രൻ നിർവഹിച്ചു. പ്രസ് ക്ലബ്ബ് പ്രസിഡന്റ് K. പ്രസാദ് അധ്യക്ഷത വഹിച്ചു. പ്രസ് ക്ലബ്ബ് സെക്രട്ടറി TG അജോ, പഞ്ചായത്ത് അംഗം പ്രനീല ഗിരീശൻ, പുത്തൂക്കാവ് ക്ഷേത്രം പ്രസിഡന്റ് ഉണ്ണി എടാട്ട്, കൊടകര സെന്റ് ജോസഫ് ഫൊറോന ദേവാലയത്തിലെ കൈക്കാരൻ വർഗീസ് കോമ്പാറ, പ്രസ് ക്ലബ്ബ് ട്രഷറർ ഡിനോ കൈനാടത്ത് എന്നിവർ സംസാരിച്ചു. മാള പീപ്പിൾസ് ഫൗണ്ടേഷൻ കേരളയുടെ ആഭിമുഖ്യത്തിൽ 16 ഭൂരഹിതർക്കുള്ള ഭൂമി കൈമാറ്റ രേഖകൾ കൈമാറി. പഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു ബാബു ഉദ്ഘാടനം ചെയ്തു. അബ്ദുൾ മാഷ് ഏറെ മനസ്സിന്റെ ആഴത്തിലേക്കുള്ള ആ പരിവർത്തനം നമ്മളെ എല്ലാവർക്കും അത് കണ്ടുപിടിക്കേണ്ടതാണ്. ഇന്ന് നമ്മൾക്കറിയാം, നമ്മുടെ സ്ഥലം വലുതാവുന്നില്ല, ജനങ്ങളാണ് കൂടുതലായിട്ട് വരുന്നത്. അപ്പോൾ തിങ്ങിപ്പറക്കുന്ന ഏരിയകളിലേക്ക് വീട് ഇല്ലാത്തവർക്ക് വീട് വയ്ക്കുന്നത് 4 സെന്റ് വീതം അവർക്ക് ഭൂമി ഇന്ന് 16 പേർക്കുള്ള രേഖകളാണ് ഇവിടെ കൈമാറിയത്. ഇനി അവർക്ക് ഒരു വീടാണ് സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുന്നത്. നേരത്തെ ഇവിടെ സൂചിപ്പിച്ച പോലെ വീടും അതേപോലെ അസുഖമായും ഭക്ഷണമില്ലാതെയും ജോലിയില്ലാതെയും അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന ഒട്ടനവധി പേർ നമ്മുടെ കൺമുമ്പിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. സംസ്ഥാന സർക്കാർ ലൈഫ് ഭവന പദ്ധതിയിലൂടെ സ്ഥലവും വീടും കൊടുക്കുന്നുണ്ടെങ്കിലും ഇന്നും അത് നമുക്ക് ഇനിയും ആളുകളുണ്ട് എത്താൻ. അതിൻ്റെ ഒരു ഭാഗമായിട്ട് തന്നെയാണ് ഇന്ന് 4 സെന്റ് സ്ഥലം വീഴുന്നവർക്ക് രേഖയോടടക്കം കൊടുത്തുകൊണ്ട് വീട് വയ്ക്കുന്നതിന് സ്ഥലം ഇല്ലാത്തവർക്ക് വീട് വയ്ക്കാമെന്നുള്ള ആ ഒരു പദ്ധതിയിലേക്ക് എത്തുമ്പോൾ ഒട്ടനവധി വീടുകൾ 1200-ലധികം വീടുകൾ കൊടുക്കാനായിട്ട് സാധിച്ചു പീപ്പിൾ ഫൗണ്ടേഷന്. അതേപോലെ മറ്റുള്ള ക്ഷേമ പ്രവർത്തനങ്ങൾ സമൂഹത്തിന് മാതൃകയായിക്കൊണ്ടാണ് ഓരോ പ്രവർത്തനങ്ങൾ ഇവര് കൂട്ടമായി കൊണ്ട് ഐക്യകണ്ഠേന്റെ ജമാഅത്തെ ഇസ്ലാമി ജില്ലാ സെക്രട്ടറി K. ഷംസുദ്ദീൻ അധ്യക്ഷത വഹിച്ചു. പീപ്പിൾസ് ഫൗണ്ടേഷൻ എക്സിക്യൂട്ടീവ് ഡയറക്ടർ P. എസ്. ഷമീർ സജാദ് ഭൂമി രേഖ കൈമാറ്റം നടത്തി. ഡയറക്ടർ ഇസ്മായിൽ T. പദ്ധതി വിശദീകരണം നടത്തി. ജില്ലാ കോർഡിനേറ്റർ ഫസൽ കാദിക്കോട്, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഗീര ചന്ദ്രൻ, പഞ്ചായത്ത് അംഗം സിന്ധു അശോക്, കേരള ദളിത് ആദിവാസി ലോയേഴ്സ് ഫോറം സംസ്ഥാന കോർഡിനേറ്റർ CK രാധാകൃഷ്ണൻ, മാരേക്കട മഹൽ പ്രസിഡന്റ് ഇബ്രാഹിം കുട്ടമുത്ത, മാള IST ചെയർമാൻ TA മിർസാദ് റഹ്മാൻ, വെൽഫെയർ പാർട്ടി മണ്ഡലം സെക്രട്ടറി സൈൻ മുഹമ്മദ് അലി, KA സൈഫുദ്ദീൻ എന്നിവർ സംസാരിച്ചു. കൊടുങ്ങല്ലൂർ കാർഷിക വികസന ബാങ്ക് കാർഷിക സെമിനാറും വായ്പാ മേളയും സംഘടിപ്പിച്ചു. കൊടുങ്ങല്ലൂർ പണിക്കേഴ്സ് ഹാളിൽ നടന്ന പരിപാടി ബന്നി ബെഹ്നാൻ MP ഉദ്ഘാടനം ചെയ്തു. ബാങ്ക് പ്രസിഡന്റ് TM നാസർ അധ്യക്ഷത വഹിച്ചു. മണ്ണുത്തി കൃഷി വിജ്ഞാന കേന്ദ്രം ഹെഡ് ഡോക്ടർ മേരി റെജീന മുഖ്യാതിഥിയായിരുന്നു. പൊയ്യ പഞ്ചായത്ത് പ്രസിഡന്റ് ഡെയ്സി തോമസ് വിശിഷ്ടാതിഥിയായിരുന്നു. ഡയറക്ടർമാരായ പ്രൊഫസർ CG ചെന്താമ്പരാക്ഷൻ, CC ബാബുരാജ്, PK ഷംസുദ്ദീൻ, PP ജോൺ തുടങ്ങിയവർ സംസാരിച്ചു. CPI വെസ്റ്റ് ചാലക്കുടി ബ്രാഞ്ച് സമ്മേളനം VS സുനിൽകുമാർ MLA ഉദ്ഘാടനം ചെയ്തു. ലോക്കൽ സെക്രട്ടറി അനിൽ കദളിക്കാടൻ അധ്യക്ഷനായി. മണ്ഡലം സെക്രട്ടറി CV ജോഫി മികച്ച കർഷകരെ ആദരിച്ചു. വിദ്യാർത്ഥികൾക്കുള്ള പഠനോപകരണങ്ങൾ നഗരസഭാ മുൻ ചെയർപേഴ്സൺ ഉഷ പരമേശ്വരൻ വിതരണം ചെയ്തു. പ്രധാന വാർത്തകൾ വീണ്ടും. വിദ്യാർത്ഥി സംഘർഷത്തെ തുടർന്ന് മാറ്റിവെച്ച കാലിക്കറ്റ് സർവകലാശാല D-സോൺ കലോത്സവം പുനരാരംഭിച്ചു. കലോത്സവം നടക്കുന്നത് ഇന്നും നാളെയുമായി മാള ഹോളി ഗ്രേസിൽ. ചാലക്കുടി പോട്ട ഫെഡറൽ ബാങ്ക് കൊള്ളയിൽ ഇരുട്ടിൽ തപ്പി പോലീസ്.
മോഷണം നടന്ന 3-ാം ദിവസമായിട്ടും പ്രതിയെ തിരിച്ചറിയാൻ പോലീസിന് കഴിഞ്ഞില്ല. ആലുവയിൽ നിന്ന് 1 മാസം പ്രായമായ കുട്ടിയെ തട്ടിക്കൊണ്ടുപോയ സംഭവത്തിൽ 2 ഇതര സംസ്ഥാനക്കാർ പിടിയിൽ. അസം സ്വദേശികളായ റിങ്കി, സുഹൃത്ത് റാഷിദുൽ ഹഖ് എന്നിവരാണ് പിടിയിലായത്. ഇതോടെ ന്യൂസ് റൗണ്ട് അപ്പ് സമാപിച്ചു. നമസ്കാരം.